ഹലോ, എടി നീ അവിടെ എത്തിയാ? അതെ, ഞാൻ ഇറങ്ങാൻ പോണേ ഉള്ളൂ. നീ ഒരു കാര്യം ചെയ്, അവിടെ വരുന്ന തൊഴാൻ വരുന്നവരൊക്കെ വായി നോക്കി നിൽക്കുക, അതാണല്ലോ സ്വഭാവം. അപ്പോഴേക്ക് ദീപാരാധന ആകുമ്പോഴേക്ക് ഞാൻ അങ്ങോട്ട് എത്താം. ഓക്കെ ചേച്ചി, അയ്യോ എന്റെ പൊന്നാങ്ങള, നീ എപ്പോ ജയിലിയാടി? ജയിലിയാടിയല്ല, പരോളിനിറങ്ങിയതാ. എനിക്കതിന്റെ സാക്ഷി പറഞ്ഞൊന്ന് കാണണം, തട്ടണം. ഓ, നീ ഇനിയെങ്കിലും ഒന്ന് നന്നായിട്ട് ജീവിക്ക്. ഞാൻ അറിഞ്ഞു എന്റെ പെങ്ങളുടെ കാര്യങ്ങളൊക്കെ. നീ ഒരുത്തന്റെ ഒളിച്ചോടിയ കാര്യം അവനോടെ. എടാ അതല്ലടാ, അങ്ങനെ ഒന്നും ചെയ്യണ്ട, എനിക്ക് പറ്റിപ്പോയി. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആ നഗ്ന സത്യം മനസ്സിലാക്കിയത്. ഓഹോ, അപ്പൊ അയാള് വേറൊരു ഭാര്യയും പിള്ളേരുണ്ടല്ലേ? ഭാര്യയും പിള്ളേരൊന്നുമല്ല. അതാണെങ്കിൽ ഞാൻ പിന്നെയും സഹിച്ചേനെ. ഇത് 24 മണിക്കൂർ കള്ളു കൂടിയാടാ, കിടന്നുറങ്ങണത് പോലും ബാറില്ല. ഭാഗ്യവാൻ. അവനെനിക്കൊന്ന് കാണണം. എന്തോ നീ കണ്ട് 2 വാക്ക് സംസാരിക്കണം. എടാ, നീ അങ്ങേരോട് ഒന്നല്ല സംസാരിക്കേണ്ടത്, അങ്ങേരെ ഇവിടെ കൊണ്ടുവരുന്ന ഒരുത്തരുണ്ട്, അവനോടാണ് സംസാരിക്കേണ്ടത്. അത് അവൻ ആ ബാറിലെ സപ്ലയർ ആണ്. അവനാണ് കുടിച്ച് കൂത്താടി 24 മണിക്കൂർ കുടിപ്പിച്ച് ഇവിടെ കൊണ്ട് കിടത്തുന്നത്. അവനെ കാണണം. അവൻ ചില നേരത്തെ എന്നെ ഒരു നോട്ടം ഉണ്ടോ, അവനെ ചെവിക്കലടിച്ച് പൊട്ടിക്കാൻ തോന്നും നമുക്ക്. നീ പൊട്ടിക്കണ്ട, ഞാൻ പൊട്ടിക്കാം. കാല് പിടിക്കാം. ഇനി പ്രശ്നത്തിലൊന്നും പോവരുത് പ്ലീസ്. നീ ഒരു കാര്യം ചെയ്യും, വന്നതല്ലേ, കുളിച്ച് ഭക്ഷണമൊക്കെ എടുത്ത് കഴിച്ച് കിടന്ന് ഉറങ്ങ്. ഞാനൊന്ന് അമ്പലം വരെ പോയിട്ട് വരാം. അമ്പലത്തില് ഞാനും വരുന്നു. എന്തോന്നിനി? ചെരിപ്പൊന്ന് മാറണം.